ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള ഭാഗങ്ങളിൽ ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലുമെത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. പൗലോസ് ലേഖനത്തിൽ പറയുകയാണ്, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലുമെത്തി. ആ സുവിശേഷം ഏത് സുവിശേഷം? നിത്യത എന്ന ദർശനമുള്ള സുവിശേഷം. കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു വ്യക്തി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, എൻ്റെ പിതാവെന്ന് ഞാൻ അംഗീകരിക്കുമ്പോൾ, എൻ്റെ ഉടമസ്ഥനെന്ന് ഞാൻ അംഗീകരിക്കുമ്പോൾ, സ്വർഗം തരുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് മരണശേഷമുള്ള ഒരു നിത്യരാജ്യമാണ്. എന്നാൽ ഈ സഭയിൽ ലേഖനം എഴുതുമ്പോൾ അവസരം പറയുകയാണ്, നിങ്ങൾ കേട്ട ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷം ഉള്ള ഒരു ഭവനം, അതായത് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചൊരു ഭവനം, ആ ഭവനത്തിനകത്ത് ഒരു ക്രമീകരണം ഉണ്ടാകും. അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ. അപ്പോൾ സുവിശേഷത്തിനകത്ത് എന്തുണ്ട്? ദൈവകൃപയുണ്ട്. എന്തോ ആണ് ദൈവകൃപ? അവിടെ പറയുന്നു, ദൈവകൃപയെ നിങ്ങൾ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ. എന്തുവാണ് ദൈവകൃപ? റോമാലേഖനത്തിനകത്ത് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി ചിലപ്പോൾ മരിപ്പാൻ തുനിയുമായിരിക്കും. എന്നാൽ നാമോ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. എന്തുവാണ് ദൈവകൃപ? നമ്മൾ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷ കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ചിട്ട് ആ ക്രൂശീകരണത്തിൽ വിശ്വസിച്ചാൽ പെട്ടെന്ന് കിട്ടുന്നൊരു നിത്യത. ഒന്ന് നോക്കിയേ, നമ്മൾ ചെയ്ത തെറ്റിന് നമ്മൾ ക്രൂശിക്കപ്പെടേണ്ടതിന് പകരം നമുക്ക് വേണ്ടി അരുമനാഥൻ ക്രൂശിക്കപ്പെട്ടിട്ട് പറയുകയാണ്, നിങ്ങൾ ക്രൂശിക്കപ്പെടണ്ട, നിങ്ങൾ എൻ്റെ ക്രൂശിനെ വിശ്വസിച്ചാൽ മതി. അതാണ് ഇവിടെ കൊലോസ്യ സഭയോട് പറയുന്നത്, നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ വീട്ടിനകത്ത് സുവിശേഷം വന്നു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിനകത്ത് കൃപ വന്നു കഴിഞ്ഞാൽ, അടുത്ത ഭാഗം ഇങ്ങനെയാണ്, നിങ്ങൾ ഫലം കായ്ക്കുന്നവരാകണം. നമ്മുടെ വീട്ടിനകത്തൊക്കെ ഫലമുണ്ടോ? നമ്മുടെ തലമുറകളിൽ ഫലമുണ്ടോ? എങ്ങനെയാണ് ഫലം ഉണ്ടാകുന്നത്? ഈ ദൈവകൃപയെക്കുറിച്ച് വാസ്തവമായി ഗ്രഹിച്ചാൽ, എങ്ങനെ പാപം ചെയ്ത നമുക്ക് വേണ്ടി ദൈവം ശിക്ഷിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ മറ്റുള്ളവർക്ക് ഫലമുള്ളവരായി തീരാൻ നമുക്ക് കഴിയും. ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഇത് കൊലോസ്യ സഭയ്ക്കുള്ളതല്ല, എൻ്റെ വീട്ടിന്, എൻ്റെ തലമുറയ്ക്ക്, എൻ്റെ സഭയ്ക്കുള്ളതാണ് എന്ന് ചിന്തിച്ചിട്ട് ഈ വചനത്തെ മുറുകെ പിടിച്ച് നമ്മുടെ അടുക്കലെത്തിയ, ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിനകത്തെത്തിയ ആ സുവിശേഷം, അത് നാട്ടിൽ ഫലമുള്ളതായി, അത് സഭയ്ക്കകത്ത് ഫലമുള്ളതായി, അത് അനേകർക്ക് ഫലമുള്ളതായി തീരുവാൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.